ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ തറവാട് വീട്. എൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും തറവാട് വീട്. അവിടെ ഞങ്ങൾ ഒത്തുകൂടും. അതൊരു മനോഹരമായ നിമിഷമാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 2:30 തൊട്ട് വൈകിട്ട് ഒരു 6 വരെ ഞങ്ങൾ, പിന്നെ വൈകിട്ട് ഒരു 8 മണി തൊട്ട് രാത്രി ഒരു 11 മണി വരെ ഞങ്ങളെല്ലാവരും ആ തറവാട്ട് വീട്ടിൽ ഒത്തുകൂടാറുണ്ട്. കുറേ പേര് ആദ്യം വരും, അവർ തമാശകളുമായിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ അതിൻ്റെ പിറക്കെ വരും. അങ്ങനെ കുറച്ച് പേര് കുറേ കഴിയുമ്പം അവരെ തിരക്കുകളിലേക്ക് പോകും, കുറച്ച് പേർ അവിടെ കാണും. അങ്ങനെ ഞങ്ങൾ തമാശകളും കളിച്ചിരികളുമായി ആ തറവാട് വീട് സന്തോഷകരമാക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാവർക്കും തിരക്കുകളുണ്ട്, എന്നാലും ആ തിരക്കിനിടയിൽ പെട്ടെന്ന് ഓടി വന്ന് കുറേ നേരം നമ്മളോട് കളിയും ചിരിയുമായി ആ തറവാട് വീട് ആഘോഷകരമാക്കും. എല്ലാവരുടെയും തറവാട് വീടാണ് കേട്ടോ, എൻ്റേത് മാത്രമല്ല കേട്ടോ. കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് മക്കളും ഒക്കെ ചേരുന്ന ഒരു വലിയ തറവാട് വീടാണ്. ആ വീട്ടിലെ ഒരു കൊച്ചു തറവാട്ടമ്മയാണ്. ആ അമ്മയ്ക്ക് കുറേ കൂട്ടുകാരും കുറേ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിക്കും. ആ തറവാട്ടമ്മയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ കരയുക, സങ്കടപ്പെടുക, ഇതൊന്നും ഈ കുഞ്ഞുങ്ങൾക്കും ഈ സുഹൃത്തുക്കൾക്കും ഇഷ്ടമല്ല. അവർ പറയുന്ന ഈ തറവാട്ടമ്മയ്ക്ക് ചെറിയൊരു വട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ ചങ്കിൻ്റെ ചങ്കുകളായ കൂട്ടുകാരും എൻ്റെ എൻ്റെ മക്കളും പറയുന്നത്. എല്ലാവരും പല സ്ഥലത്തുള്ളവരാണ്, പക്ഷേ ഒരു സമയത്ത് അവർ ഒത്തുകൂടും ആ തറവാട്ട് വീട്ടിൽ. പിന്നെ അവരുടെ സന്തോഷങ്ങളാണ്, നിമിഷങ്ങളാണ്. ദൂരെ ഉള്ളവരെന്നോ അടുത്തുള്ളവരെന്നോ ഒന്നും ചിന്തയില്ല, ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. അവരെല്ലാം നല്ല ചങ്കുകളാണ്. അവർ തമാശകളുമായി അടിച്ചു പൊളിക്കും. അതിൽ കൂടുതലും എന്നെയാണ് കളിയാക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. എന്നെയാണ് അവർ കൂടുതലും കളിയാക്കുന്നത്. എന്നാലും തറവാട്ടമ്മയെ ഞാൻ ക്ഷമിച്ചല്ലേ പറ്റൂ. കുറച്ച് പേര് മേളിൽ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, ഇവരെന്താ പറയുന്നതെന്നൊക്കെ നോക്കി നിൽക്കും. ചിലവർ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് വന്ന് കമൻ്റ് ഇടും, ലൈക്ക് അടിക്കും, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് അവർ തിരിച്ചു പോകും. ഇനിയും കാണാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും. ചിലവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും കണ്ണുകടി, ഈ ജോയിപ്പും ഈ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അവിടെ വന്ന് അവിടുത്തെ തറവാട്ടമ്മയെ മോശം പറയണമെന്ന് ചിന്തിക്കുന്ന ചിലവരുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഭയങ്കരമായ മോശം കമൻറ്റുകളിടും. ഇതൊക്കെ കണ്ടും കേട്ടും ഒരാൾ മേളിലിരിപ്പുണ്ട്, എപ്പോഴും തറവാട്ടമ്മയെ നിരീക്ഷിച്ചിരിക്കും. ആരെങ്കിലും വന്ന് എന്തെങ്കിലും മോശം പറയുന്നുണ്ടോ, ജോലിക്കിടയിലും ആ തറവാട്ടമ്മയെ ശ്രദ്ധിക്കും, ആരെങ്കിലും വന്ന് മോശം പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ വരുമ്പോൾ ഒന്നി അവന് നല്ലത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവനെ എടുത്ത് ചാണാക്കുഴിയിലേക്കിടും. അതാണ് ഒരു സുഹൃത്ത്. എന്നാലും കുറച്ച് മക്കളും സുഹൃത്തുക്കളും ഉണ്ട്, അവർക്ക് തിരക്കാണ്, പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരാൻ പറ്റില്ല. അവരും കിട്ടുന്ന സമയത്തൊക്കെ നമ്മളോട് വന്ന് എൻജോയ് ചെയ്ത് നമ്മളോട് കുറേ നേരം ചിലവഴിക്കും. എന്നിട്ട് അവർ പോവും. ഇനിയും സമയം കിട്ടുമ്പോൾ വരാമെന്ന് പറയും. ഇതിനിടയിൽ കുറച്ച് പുതിയ ആളുകൾ നമ്മുടെ തറവാട്ട് വീട്ടിൽ വരാറുണ്ട്. അവർ വന്ന് കുറച്ച് ദിവസം നിൽക്കും, പിന്നെ അവരെ കാണാറില്ല. അവരെ തിരക്കുകളിലേക്ക് അവർ പോവും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവരവിടെ വന്ന് ഒന്ന് കമൻ്റ് ഇട്ട് ലൈക്കും തന്ന് സുഖം അന്വേഷിച്ചിട്ട് പോകാറുണ്ട്. കുറച്ച് പേര് എത്ര തിരക്കായാലും ആ തറവാട്ട് വീട്ടിൽ എന്നും ഒത്തുകൂടും. ആ നിമിഷങ്ങൾ അവരെയും സന്തോഷിപ്പിക്കും, ആ തറവാട്ടമ്മയെയും സന്തോഷിപ്പിക്കും. കുറേ തമാശകളും ചിരികളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷിക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. തറവാട്ടമ്മയ്ക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ തമാശയിലും ചിരിയിലും കളിയിലും ഒക്കെയാണ് തറവാട്ടമ്മ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത്. ആ വീട്ടിലുള്ള എല്ലാ തറവാട്ടംഗങ്ങളും കോഴിക്കുഞ്ഞിനെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് സൂക്ഷിക്കുന്നത്. വല്ല പരന്തും വന്ന് കൊത്തിക്കൊണ്ട് പോയാലോ എന്ന്. അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ, അത്രയ്ക്ക് സ്നേഹമുള്ള മക്കൾ. അങ്ങനെ ആ തറവാട്ടമ്മ അവിടെ സന്തോഷമായി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അവസാനം വരെ കാവലായി ഒരാൾ എപ്പോഴും തറവാട്ടമ്മയുടെ കൂടെ കാണും. ആ ധൈര്യത്തിൽ തറവാട്ടമ്മ ആ ലൈവിലിരുന്ന് കോമഡികളൊക്കെ പറയും, സന്തോഷിക്കാറുണ്ട് പേടിയില്ലാതെ. ഏതെങ്കിലും ഒരു മോശം കമൻറ്റ് വന്നാൽ അവനെ ഓട്ടിക്കാൻ എപ്പോഴും ഒരാൾ ആ തറവാട്ടമ്മയുടെ കൂടെയുണ്ട്. അതോർത്ത് ആ തറവാട്ടമ്മ ഇങ്ങനെ സന്തോഷമായിട്ട് പോവുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരെയും കാണാൻ പറ്റുമെന്നും അവരോടൊത്ത് കുറച്ചു നേരം ചെലവഴിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെയാണ് ആ വീട്ടമ്മ. ദൈവത്തിനോട് നന്ദി പറയുന്നു, ഇത്രയും നല്ല സുഹൃത്തുക്കളെയും മക്കളെയും തന്നതിന്, കഴിഞ്ഞ ജന്മം എന്തോ നല്ലത് ചെയ്തതിന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.